ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ആൻറ്റീസ് കിച്ചൻ. എല്ലാവരും ഹാപ്പി അല്ലേ? നമുക്കിന്ന് നാവിൽ അലിഞ്ഞു പോകും കൊതിയൂറുന്ന ഇളനീർ പുഡിങ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 നാടൻ ഇളനീർ എടുത്തിട്ടുണ്ട്. ഇളനീർ വെട്ടി നമുക്ക് അതിൻ്റെ വെള്ളം ഒരു അരിപ്പയിൽ അരിച്ചു മാറ്റാം. ദാ ഇത്രയും വെള്ളം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി കാമ്പ് എല്ലാം അടർത്തി എടുക്കാം. കാമ്പ് ദാ ഇവിടെ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. കാമ്പ് എടുത്ത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിൽ ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി ദാ ചൈന ഗ്രാസ് ആണ് വേണ്ടത്. ഈ പാക്കറ്റിൽ 2 പീസായിട്ട് ചൈന ഗ്രാസ് കിട്ടും. അല്പം വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പീസ് ചൈന ഗ്രാസ് ഇട്ട് അലിയിച്ച് മാറ്റി വയ്ക്കാം. സ്റ്റൗ ഓണാക്കി ഒരു പാനിലേക്ക് ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുക്കാം ട്ടാ. പിന്നെ ചൂടായി വരുമ്പോൾ 3 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ അലിഞ്ഞ് ചേരാൻ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം ട്ടാ. ഇതിലേക്ക് ചൈന ഗ്രാസ് അലിയിച്ചത് ചേർത്ത് നല്ലോണം ഇളക്കി തിക്കാക്കി എടുക്കാം. ഇനി ഇത് തണുത്താൽ ഒരു അരിപ്പയിൽ അരിച്ചൊഴിച്ച് ഫ്രീസറിൽ മാറ്റി വയ്ക്കാം. ആ പാനിലേക്ക് തന്നെ നമുക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം ട്ടാ. പാല് തിളക്കുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ചൈന ഗ്രാസ് അലിയിച്ചെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ കേട്ടോ ഇതും ചെയ്യേണ്ടത്. പാല് തിളച്ച് വന്നിട്ടുണ്ട്. പാല് ചൂടായി വരുന്ന സമയത്ത് ഇളനീരിൻ്റെ പഴുപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം ട്ടാ. എല്ലാം നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഒരു 4 ടേബിൾ ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അലിയിച്ചു വെച്ച് ചൈന ഗ്രാസും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ദാ ഇങ്ങനെ തിക്കാക്കി കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. ചൂട് അത്യാവശ്യത്തിന് കുറയണം. ചൂട് കുറയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ആദ്യം ഫ്രിഡ്ജിൽ വെച്ച് ഇളനീർ എടുത്തു നോക്കാം. കട്ടകളായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അത്യാവശ്യം ചെറിയതാക്കി കട്ട് ചെയ്യണം ട്ടാ. പിന്നെ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റാക്കുന്നത് ആ പാത്രത്തിലേക്ക് 1/4 ഭാഗം ഇട്ട് കൊടുക്കാം. ഇളനീർ മിക്സിൻ്റെ ചൂട് കുറഞ്ഞ ശേഷം നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും ടോപ്പിൽ ബാക്കിയുള്ള ജെല്ലും കൂടി മുകളിൽ ഇട്ട് കൊടുത്ത് സെറ്റാക്കാം.
നന്നായിട്ട് സെറ്റ് ആവണമെങ്കിൽ ഓവർനൈറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവുകയോ ഒന്നുമില്ല. എല്ലാം സെറ്റാക്കിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഓവർനൈറ്റ് വെച്ച ശേഷം നമുക്ക് ഈ പുഡിംഗ് എടുത്ത് നോക്കാം. ദാ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി സൈഡെല്ലാം ദാ ഇങ്ങനെ ഒന്ന് വിടർത്തി മറ്റൊരു പാത്രത്തിലേക്ക് മെല്ലെ ഒന്ന് തട്ടിക്കൊടുത്താൽ ദാ ഇങ്ങനെ കിട്ടും. ശേഷം ഇത് ഇങ്ങനെ പീസാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. കരിക്കും ഇളനീരും കൂടി ചേർന്ന പാലും മിൽക്ക് മെയ്ഡും എല്ലാം കൂടി ചേർന്ന് ഈ പുഡിങ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും വരാം. ഈ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണേ, എന്നാലേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഞാനിടുന്ന വീഡിയോസ് സ്കിപ്പ് ആവാതെ കാണണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.